ശ്രീ എ പ്രഭാകരൻ, അങ്ങേക്ക് 7 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. സർ, ശാന്തസുന്ദരമായ കേരളം, സമാധാനപരമായ കേരളം, സമൃദ്ധമായ കേരളം, ഇതാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര. അത് സാധ്യമാക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഫലപ്രദമായ ഒരു ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാലൻ ഇവിടെ 29-ാം തീയതി അവതരിപ്പിച്ചത്. സർ, ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ കേരളത്തിലെ പ്രതിപക്ഷം ഇതിനോടൊക്കെ പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ വസ്തുനിഷ്ഠമായ ഒരു ആക്ഷേപം പോലും അവർക്ക് ഈ ബഡ്ജറ്റിനെ കുറിച്ചോ സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചോ അവതരിപ്പിക്കാനോ പറയാനോ ഉണ്ടായിട്ടില്ല. എല്ലാ സമ്മേളനം ചേരുമ്പോഴൊക്കെ ഇവിടെ കുഴപ്പമുണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ സമീപനം. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാ കാര്യങ്ങളെയും എതിർക്കുകയാണ്. നല്ലതായാലും ചീത്ത പിന്നെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. നല്ല കാര്യങ്ങൾ മുഴുവൻ എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ മറ്റ് ഘടകകക്ഷികളുണ്ട് UDF-ൽ, അദ്ദേഹത്തെ തിരുത്താനോ അല്ലെങ്കിൽ അവർ സ്വയം തിരുത്താനോ തയ്യാറാകാത്തൊരു അനുഭവമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലമായി ഞാൻ കാണുകയാണ്. ഇങ്ങനെയൊക്കെയാണോ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വല്ലാത്തൊരു ആശങ്ക ഇവിടെ വന്ന ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. LDF-ൻ്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ഈ കേരള ഗവൺമെൻറ്റാണ്. മറ്റുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് മോഹനസുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ, അതിപ്പോൾ കോൺഗ്രസും അങ്ങനെ തന്നെ ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളും അടക്കി പിന്നെ അവരുടെ അധികാരത്തിലായിരുന്നു. 5-4 ഭൂരിപക്ഷം കോൺഗ്രസിനുള്ള കാലത്തും പിന്നെന്താ നമ്മുടെ നാട്ടിൽ ഗരീബി ഘടാവോ ബേക്കാരി ഘടാവോ അങ്ങനെ മോഹനസുന്ദരങ്ങളായ വാഗ്ദാനങ്ങൾ, അറബിക്കടലിൽ പാലം കെട്ടിത്തരാ, ആകാശത്ത് കുട കെട്ടിത്തരാ, ഇതൊക്കെ പറഞ്ഞവരാണ്. പക്ഷേ ഒരു കാലത്തും അവർ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യം ഇത്ര കണ്ട് നടപ്പാക്കി, ഇന്നത് നടപ്പാക്കാൻ ബാക്കിയുണ്ട് എന്ന് ഇന്ന് വരെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കോൺഗ്രസ് ആകട്ടെ BJP പിന്നെ നേരെ മറിച്ച് രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒരു കാര്യം സൂചിപ്പിച്ചത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ചെയ്യുന്നതേ പറയൂ, പറയുന്നതെല്ലാം ചെയ്യുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തീർച്ചയായും കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ഭരണമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ അനുഭവത്തിൽ അത് വസ്തുനിഷ്ഠമാണ്, അതാണ് യാഥാർത്ഥ്യം എന്നത് നമുക്ക് ബോധ്യമാകും. കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ കേരളത്തോട് കേന്ദ്രം കാണിച്ച അവഗണന ഇക്കൊല്ലവും തുടർന്നു എന്നുള്ളതാണ് ഇന്നലെ അവതരിപ്പിച്ച നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും അതിനു മുമ്പ് അവർ ഈ മറ്റേ ധനകാര്യ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വികസനത്തിൻ്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ കേരളത്തെ കണ്ടു പഠിക്കണം എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞ് വായ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേരളമെന്ന പദം തന്നെ മറന്ന രീതിയിലാണ് ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിലുണ്ടായത്. ഒരു ശത്രുരാജ്യത്തോട് എടുക്കുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് 19 MP-മാർ പ്രതിപക്ഷത്തിൽ അവിടെ ഉണ്ട്, ഒരു മന്ത്രി അടക്കം. അവരൊക്കെ അവിടെ എന്ത് ചെയ്യുകയാണ്? മലയാളികളുടെ വോട്ട് വാങ്ങി കേന്ദ്രത്തിൽ അവിടെ പോയി ലോകസഭയിൽ പോയി അവിടെ TA-യും DA-യും ശമ്പളവും വാങ്ങിയിട്ട് വരാൻ വേണ്ടിയാണോ പോകുന്നത്? ഈ മലയാളികൾക്ക് വേണ്ടി വാദിക്കണ്ടേ? ഇതൊന്നും മലയാളികൾ മനസ്സിലാക്കുന്നില്ല എന്ന അഹങ്കാരത്തിലാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീമ്പടിക്കൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബോധ്യമാകും. മലയാളികൾ അത്ര മോശക്കാരല്ല. മലയാളികൾക്ക് നല്ല വിവരമുള്ള ആൾക്കാരാണ്. അവർ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഇപ്പം തന്നെ അവർ റെഡിയായി നിൽക്കുകയാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്ന് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നുള്ളതാണ്. മലപ്പൂടിക്കാരൻ്റെ സ്വപ്നമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വേഗം തീർക്കണേ, പൈസ സമയം ഉണ്ടായില്ല. വേഗം പറയും. അല്ല, അങ്ങ് പ്രസംഗിക്കുന്നതിനിടയിൽ കേരളത്തിൽ നിന്നുള്ള 19 MP-മാരുണ്ട് എന്ന് പറഞ്ഞു. 18 MP-മാരാണ് UDF-നുള്ളത്. 1 MP ഒറ്റയ്ക്കാണെങ്കിലും അതിശക്തമായി തന്നെയാണ് പാർലമെന്റിനകത്തിൽ ഈ ബഡ്ജറ്റിനെതിരെ പ്രതിഷേധിച്ചത് എന്ന് രാധാകൃഷ്ണൻ മന്ത്രി മാത്രം അവിടെ ലോകസഭയിൽ പറയുന്നുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അത് ക്ലാരിറ്റി, അതിലൊന്നും പ്രശ്നമില്ല. എന്തായാലും ഇവരെ ഇവിടെ കേരളത്തെ മലയാളികളുടെ വോട്ട് വാങ്ങി അവിടെ പോയിട്ട് മലയാളികളെ ചതിക്കുകയാണ്, കേരളത്തെ വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത്.
ഇതൊന്നും തിരിച്ചറിയാത്തവരൊന്നുമല്ല ഈ കേരളത്തിലെ ജനങ്ങൾ എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവർക്കത് ബോധ്യമാവും. എന്തായാലും ഒരു നാടിന് നടുക്കിയ പല ദുരന്തങ്ങളുണ്ടായപ്പോൾ നമ്മളെ ഒരു സഹായവും ചെയ്തില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് തരാൻ സഹായിക്കാൻ തയ്യാറായവരിനെ ദുരഭിമാനത്തിൻ്റെ പേരിൽ വിലക്കുകയും ചെയ്ത ആൾക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്ന വിവരം ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഉണ്ടാകണ്ടേ. ഇപ്പോൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ അവിടെ കൈയടിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ DMKൻ്റെ ഒരു MP, ഇവിടെ തൂത്തുക്കുടിയിൽ നിന്ന് ജയിച്ച ഒരു MP കനിമൊഴി ഈ വയനാട് ദുരന്തത്തെ സഹായിക്കണമെന്ന് ലോകസഭയിൽ പ്രസംഗിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയങ്ക ഗാന്ധി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിലെ, ഇവർക്കൊക്കെ 4 വർത്തമാനം പറഞ്ഞുകൂടെ അവരെ എന്തെങ്കിലും സഹായിക്കണമെന്ന് 10 വയസ്സ് തന്നോ? ഇവിടെ പ്രധാനമന്ത്രി പണം ഒരു പ്രശ്നമല്ല എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ട് പോയതാണ്. അതിതീവ്ര ദുരന്തം എന്ന് പ്രഖ്യാപിക്കാൻ തന്നെ 6 മാസത്തിലധികം കാലം എടുത്തു. 10 വയസ്സ് ഇന്ന് വരെ തന്നില്ലല്ലോ പുനരധിവാസത്തിന്. ബാങ്കുകൾ, കേരള ബാങ്ക് പണം എഴുതിത്തള്ളി ആ മരണത്തിനിരയായ ആൾക്കാരുടെ. പക്ഷേ നാഷണലൈസ്ഡ് ബാങ്കുകൾ ആ പണം എഴുതിത്തള്ളാൻ നിയമം തന്നെ മാറ്റിമറിച്ചവരാണ് BJPക്കാർ. എന്നിട്ട് എന്ത് അഹങ്കാരത്തിലാണ് നാട്ടിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് നാട്ടിൽ പറയുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരം രാജ്യത്തെ ജനങ്ങൾക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആയാലും BJPയുടെ ആയാലും ഉള്ള സമീപനം കണ്ടാൽ നമുക്ക് ബോധ്യമാകുക. എന്തായാലും കേരളത്തിൻ്റെ ഒരു മന്ത്രി ഇവിടെ നിന്നുണ്ട്. അന്ന് ഏതൊരു പത്രത്തിൽ ഞാൻ വായിച്ചത് അദ്ദേഹം പറയാണ്, കേരളത്തിൻ്റെ സമഗ്ര വികസനം, തൃശ്ശൂരിലെ മന്ത്രിയല്ല ഞാൻ പറയുന്നത്, ലോകസഭയിൽ ജയിച്ചതാളല്ല, വേറൊരാളുണ്ട്. കേരളത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതാണ് കേന്ദ്ര ബഡ്ജറ്റെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതായിട്ട് ഇന്നൊരു പത്രത്തിൽ വാർത്തയുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇവർ തലയ്ക്കൊക്കെ എന്തു പറ്റി പരിശോധിക്കേണ്ടതാണ്. എന്തോ കുഴപ്പമുണ്ട്. ഇത് അത്രയും വളരെ കേരളത്തെ അപമാനിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ മണ്ഡലത്തിലെ ചില കാര്യം പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയാം. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ മണ്ഡലം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മലമ്പുഴ ഞാൻ പറയട്ടെ, 56 കോടി ഉറുപ്പിക ചെലവ് ചെയ്തിട്ടാണ് ഒരു ROB, റെയിൽവേ ഓവർബ്രിഡ്ജ്, അതിൻ്റെ പണി പൂർത്തിയാകാനായി നിൽക്കുകയാണ്. കുറേ കാലമായി നാട്ടുകാർ പ്രക്ഷോഭവും സമരമൊക്കെ ഉയർത്തിയതാണ്. എങ്കിൽ പോലും അത് യാഥാർത്ഥ്യമാകുന്നു. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 34 കിലോമീറ്റർ ചുറ്റളവുള്ള മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ചുറ്റുമായിട്ടുള്ള 41 കോടി ഉറുപ്പിക ചെലവ് ചെയ്തിട്ടുള്ള റിങ് റോഡും പാലവും അതിപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് അകം പൂർത്തിയാകുന്ന ഒരവസ്ഥയാണ്. സകല സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ടായി. എല്ലാ PWD റോഡുകളും BMൻ്റെ BC ആയി. അത് മാത്രമല്ല, ഒരു റോഡ് മാത്രമാണ് ബാക്കി. അത് താണാവ് നമ്മുടെ ഈ എന്താ റോഡാണ് ആ റോഡ് ഇപ്പോൾ 48 കോടി ഉറുപ്പിക, ഒരു റോഡ് മാത്രമാണ് ബാക്കിയുള്ളത്. താണാവ് ധോണി റോഡാണ്. 48 കോടി ഉറുപ്പിക ഇപ്പോൾ കിബി പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തി ചെയ്ത് അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ മലമ്പുഴ ഉദ്യാന നവീകരണം ഞാൻ പലതവണ ഇവിടെ സബ്മിഷൻ ഉന്നയിച്ചതാണ്. 75.66 കോടി ഉറുപ്പികയുടെ വികസന പ്രവർത്തനം തകൃതിയായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് പ്രവർത്തനം ഈ മാർച്ച് 31-ാം തീയതിക്കകം പൂർത്തിയാകുമെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. 6 സ്റ്റേഡിയങ്ങൾ 18 കോടി ഉറുപ്പിക. അതിലെനിക്ക് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, സ്പോർട്സിൻ്റെ മന്ത്രിയോട് ഇരിക്കുന്നുണ്ട്. 6-ൽ 5 സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനം നിന്നിട്ടുണ്ട്. അവരെന്തോ പാർട്ടി ബില്ല് കൊടുത്തത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പലതവണ സൂചിപ്പിച്ചതാണ്. അത് ആ സ്പോർട്സ് വകുപ്പിന് അത് അനുവദിച്ചാൽ 6 സ്റ്റേഡിയം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേഡിയം കൂടി അത് 7 കോടി ഉറുപ്പിക ചെലവ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം ഈ 10-ാം തീയതി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ കായിക വകുപ്പിൻ്റെ വർക്കുകളിലുള്ള എല്ലാ പെൻഡിങ് ബില്ലുകളും ഇപ്പോൾ ഫിനാൻസ് വകുപ്പ് അംഗീകരിച്ചു വന്നിട്ടുണ്ട്. അതിൽ തീർച്ചയായും അതിലുണ്ടാകും. അപ്പോൾ പിന്നെ 6 സ്റ്റേഡിയം, ആകെ 8 പഞ്ചായത്തേ ഉള്ളൂ. അതിൽ 6 സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ പൂർത്തിയാകുകയാണ്. 18 കോടി ഉറുപ്പികയാണ് 6 സ്റ്റേഡിയത്തിനും കൂടി. അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി എലപ്പുള്ളിയിൽ എൻ്റെ പഞ്ചായത്തിൽ ഒന്നുണ്ട്. 17.5 കോടി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അത് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം തകൃതിയായി നടക്കുകയാണ്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പുത്രൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ
ഇവിടെ പ്രതിപക്ഷ നേതാക്കൾ പലരും പറഞ്ഞു, പല മന്ത്രിമാരും ഞാൻ ഒരു മിനിറ്റ് മേഡം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ പ്രതിനിധീകരിച്ച മലമ്പുഴ മണ്ഡലത്തിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്യാം എന്ന ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ്. അവരൊന്ന് മലമ്പുഴ മണ്ഡലം ഒന്ന് വന്ന് കാണട്ടെ. എത്ര പാലങ്ങൾ! ഒരിക്കൽ തന്നെ ധനകാര്യമന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ MLA പറഞ്ഞത് മുഴുവൻ ഞാൻ അംഗീകരിച്ചു, ഇത്രയുണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായിരുന്ന ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും വികസനത്തിൻ്റെ കൊടുമുടിയിലേക്ക് വിസ്മയകരമായ മുന്നേറ്റം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച് സഹായിച്ച ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ബഡ്ജറ്റിലെ 1-2 കാര്യം, ഈ ഓട്ടോ തൊഴിലാളികളെ പരിഗണിക്കൽ, അംഗനവാടി, ആശ, മിഡ് ഡേ മീൽ, സാക്ഷരത പ്രേരക, അവർക്കൊക്കെ ഈ ബഡ്ജറ്റിൽ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യം. പക്ഷേ തുച്ഛമായ ഓണറേറിയം വാങ്ങിയിട്ടുള്ള ആശാ വർക്കർമാർ, നമ്മുടെ അംഗനവാടി വർക്കർമാർ, പെൻഷൻ പറ്റിയവരുണ്ട്. അവർക്ക് 10 പൈസ കൂട്ടിയിട്ടില്ല. ദുരിതപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ KSRT ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം, അതായത് സർവീസ് കുറഞ്ഞ ആൾക്കാർക്ക് അതിൻ്റെ ഒരു പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. തുച്ഛമായ സംഖ്യയാണ് അവർക്ക് കിട്ടുന്നത്. അല്പം പെൻഷൻ അവർക്ക് കൂട്ടിക്കൊടുക്കാൻ ധനകാര്യമന്ത്രി തയ്യാറാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ റേഷൻ വ്യാപാരികൾക്ക് വേതന പരിഷ്കരണം അനുവദിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ആ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൂടി വർദ്ധിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറാകും. ഒറ്റ കാര്യം പറയട്ടെ, കേന്ദ്രം ഈ അവഗണന തുടരുമ്പോഴും നമ്മൾ ഈ കേരളത്തിൻ്റെ വികസനവും പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളവർ തന്നില്ല എന്ന് പറഞ്ഞ് നെഞ്ഞത്തടിച്ച് നിലവിളിക്കാനൊന്നും നിന്നില്ല. തനതായ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിന് വികസന രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രവർത്തിച്ച ധനകാര്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ താങ്ക് യു